കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്ന ആശയം ഇന്ന് വളരെ പ്രചാരത്തിലുണ്ട്. കമ്മ്യൂണിറ്റി ലിവിങ്ങിന് കാരണമായിട്ട് പലരും പറയുന്ന കാര്യം നമുക്ക് ഒരുപാട് അക്വൈൻറ്റൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്, സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. എന്നാൽ അക്വൈൻറ്റൻസ് എന്ന വാക്കിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള വാക്കാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് ഒറ്റ ക്ലോസ് ഫ്രണ്ട്സ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം 1990 നടത്തിയ സർവേയേക്കാളും 4 ഇരട്ടിയായി മാറി 2025 എന്നാണ് US ഒരു പഠന റിപ്പോർട്ട് പറയുന്നത്. ഇന്ത്യയിലെ അർബൻ നഗരങ്ങളിൽ ഇതേ സർവേ നടത്തുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതായത് 10 പേരിൽ കൂടുതൽ സുഹൃത്തുക്കളുള്ള എത്ര പേരുണ്ട് എന്നുള്ള ഒരു സർവേ നടത്തിയപ്പോൾ അത് 1990യെക്കാട്ടിലും 3-1 2025 ചുരുങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പുകൾ ഇല്ലാതാവുകയും അക്വൈൻറ്റൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്ക് പരിചയക്കാരും അല്ലെങ്കിൽ നമുക്ക് ഇടപഴകുന്നവരുടെയും എണ്ണം കൂടുന്നതോടൊപ്പം തന്നെ ഗാഠമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലാതാവുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ലിവിങ് എന്ന് പറയുന്നത് അത്തരം അക്വൈൻറ്റൻസിനപ്പുറത്ത് നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് കൂടി എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നിടത്താണ് ഞങ്ങളെല്ലാം ചെയ്യുന്ന തൊഴിൽ മഹത്തരമായി തീരുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ ലക്ഷ്യം വയ്ക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ താല്പര്യങ്ങളുള്ള, ഒരേ ലക്ഷ്യങ്ങളുള്ള, അല്ലെങ്കിൽ ഒരേപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരേ ലിവിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ള ആൾക്കാരെ നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞാൽ പരസ്പരമുള്ള പരിചയത്തിനപ്പുറത്ത്, പരസ്പരമുള്ള തിരിച്ചറിവിനപ്പുറത്ത് പരസ്പരം സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.